ഗ്രേഡ് 1 ആപ്ലിക്കേഷൻ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു ലോഗിൻ ചെയ്യാം. ഇത് സ്കൂളിൻ്റെ ലോഗിനാണ്. സ്കൂളിൻ്റെ ലോഗിനിൽ വരുന്നത് ആഡ് ഡീറ്റെയിൽസ്, നോട്ടീസ് ബോർഡ്, ആഡ് എക്സാം, സെർച്ച് സ്റ്റുഡൻറ്റ്, സ്കൂൾ കലണ്ടർ, ഡൗൺലോഡ് ഡാറ്റ. ഇതിൽ ഡൗൺലോഡ് ഡാറ്റ എന്നുള്ള ഭാഗം ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്ലാസ് വൈസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി. സ്കൂൾ കലണ്ടറിൽ 2 സെക്ഷൻ ഉണ്ട്. പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ലീവുകളോ മുൻകൂട്ടി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് സെർച്ച് സ്റ്റുഡൻറ്റ്, നമ്മൾ സ്റ്റുഡൻറ്റിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് വൈസ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വൈസ് ജസ്റ്റ് സെർച്ച് എന്ന് കൊടുക്കുന്നതോടുകൂടി നമുക്ക് മുഴുവൻ കുട്ടികളെയും ഇവിടെ കാണാം. സെർച്ച് ക്ലാസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഏതാ ക്ലാസ് എന്ന് സെലക്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെ ഇവിടെ കാണാം. അടുത്തത് ആഡ് എക്സാം എന്നുള്ളത് ഡിസേബിൾ ആണ്. നോട്ടീസ് ബോർഡിൽ ന്യൂസ് ആഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഉള്ള ഓപ്ഷനാണ്. പിന്നെ വരുന്ന ആഡ് ഡീറ്റെയിൽസ്. ആഡ് ഡീറ്റെയിൽസിനകത്ത് സ്റ്റാഫ് എന്നുള്ള ടാബിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആഡ് ചെയ്യാം. വ്യൂകൾ കൊടുക്കുന്നതോട് സ്റ്റാഫിനെ ഇവിടെ കാണാം. അടുത്തതായിട്ട് സബ്ജക്റ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. പിന്നെ വരുന്നത് ക്ലാസ്സസ് ആണ്. ക്ലാസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സബ്ജക്റ്റ് കൊടുക്കേണ്ടതുകൊണ്ടാണ് നേരത്തെ ആദ്യം സബ്ജക്റ്റ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഇവിടെ ഓരോ ക്ലാസ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സബ്ജക്റ്റും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാഫിന്റെ സെക്ഷൻ ആണ്. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇതിനകത്ത് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ളതാണ്. അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക ഇതിനുള്ളതാണ്. കഴിഞ്ഞ പോയ അറ്റൻഡൻസ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഡേറ്റ് വൈസ് ഓരോ ഡേറ്റിലുള്ള അറ്റൻഡൻസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ. അടുത്തത് മെസ്സേജ് ആണ്. മെസ്സേജ് നമുക്ക് പാരന്റ്സിന് മെസ്സേജ് അയക്കാനും വന്ന മെസ്സേജ് കാണാനും ഇവിടെ ഓപ്ഷൻ ഉണ്ട്. സെൻഡ് മെസ്സേജിൽ പോവുകയാണെങ്കിൽ മെസ്സേജ് അയച്ച ഡേറ്റ്, വ്യൂ ചെയ്ത ഡേറ്റ്, വ്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നോട്ടീസ് ബോർഡ്, സ്കൂളിൽ നിന്നുള്ള നോട്ടീസുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ഡിസ്പ്ലേ ചെയ്യും. അടുത്ത ലീവ് മാനേജ്മെന്റ് ആണ്. വന്ന ലീവുകൾ കാണാനും ആരെങ്കിലും ലീവ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ 2 കാണിച്ച പോലെ 2 ലീവ് റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ഇവിടെ 2 കാണിക്കുന്നത്. പിന്നെ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, സ്റ്റുഡന്റിന്റെ ടോട്ടൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ക്ലാസ് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഒന്നിൽ കൂടുതൽ ക്ലാസ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഒരു സ്റ്റാഫിന് തന്നെ 2 ക്ലാസ് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 ക്ലാസ്സും ഇതിൽ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ്, സ്കൂൾ കലണ്ടർ അതേപോലെ തന്നെ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് സ്കൂൾ അഡ്മിൻ മാനേജ് ചെയ്യുന്ന മെസ്സേജ് ഇവിടെ കാണാം. അടുത്ത ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യും എഡിറ്റ് ചെയ്യും ചെയ്യാം ഇവിടെ. അടുത്തത് ആഡ് സ്റ്റുഡന്റിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പാരന്റിന്റെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ പാരന്റിനെ ഇവിടെ കാണാം. കുട്ടികളെ നമുക്ക് ഇവിടെ ആഡ് സ്റ്റുഡന്റ് എന്ന് കൊടുത്തിട്ട് ആഡ് ചെയ്യാം. ആഡ് എക്സാം എന്ന് പറഞ്ഞാൽ എക്സാം ആഡ് ചെയ്യാൻ എക്സാം ഷെഡ്യൂൾ ആഡ് ചെയ്യുന്നതോടുകൂടി പാരന്റ്സിന് കാണാൻ പറ്റും. എൻ്റർ മാർക്ക് ലിസ്റ്റ്, ഇപ്പോൾ എക്സാം കഴിഞ്ഞാൽ ആ എക്സാമിന്റെ മാർക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ ഹെൽപ്പ് സെക്ഷൻ, പിന്നെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. യൂസർ നെയിമോ പാസ്വേഡോ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് പ്രൊഫൈൽ. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് പാരന്റിന്റെ ലോഗിൻ ആണ്. പാരന്റിന്റെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികൾ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സെയിം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ആദ്യത്തെ കുട്ടി 1ാം ക്ലാസ്സിൽ ഗ്രീൻവുഡ് സ്കൂളിലാണ്. രണ്ടാമത്തെ കുട്ടി LKGയിൽ സെന്റ് ജോസഫ് സ്കൂളിലാണ്. ഈ 2 സ്കൂളിൽ നിന്നുള്ള ഡാറ്റയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ സന്ദീപിന്റെ ഡാറ്റ എടുക്കുമ്പോൾ അറ്റൻഡൻസ്, കുട്ടിയുടെ അറ്റൻഡൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലേറ്റ് ആയിട്ടാണോ എത്തിയത്, അറ്റൻഡൻസ് എടുത്തതിന് ശേഷമാണോ എത്തിയത്, ആബ്സെന്റ് ആണോ പ്രസന്റ് ആണോ അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഡാഷ്ബോർഡ് പോയാൽ ടൈം ടേബിൾ കാണാൻ പറ്റും. പിന്നെ മെസ്സേജസ്, നോട്ടീസ് ബോർഡ്, പ്രോഗ്രസ് റിപ്പോർട്ട്, എക്സാം ഷെഡ്യൂൾ, കലണ്ടർ, ലീവ് റിക്വസ്റ്റ്, വ്യൂ പ്രൊഫൈൽ, കുട്ടിയുടെ പ്രൊഫൈൽ ഇവിടെ കാണാൻ പറ്റും. അത് എഡിറ്റ് ചെയ്യാനും പറ്റും. എന്തെങ്കിലും മാറ്റം വരുത്തണം ഇവിടെ മാറ്റം വരുത്താം. ഇവിടെ നമ്മൾ ഹോം ബട്ടൺ അടിക്കുന്നതോടുകൂടി നമുക്ക് എല്ലാ കുട്ടികളെയും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു കുട്ടിയുടെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് എന്നുള്ള ബട്ടൺ നോക്കിയാൽ തിരിച്ച് ഇവിടത്തേക്ക് തന്നെ എത്താൻ പറ്റും. ഏത് ടാബിലേക്ക് കയറിയാലും തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഡാഷ്ബോർഡ് കീ ഉപയോഗിക്കുന്നത്. ഹോം ബട്ടൺ ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് ഇതിന്റെ ഹോം പേജിലേക്കാണ് പോവുക. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ആകെ വർക്കിംഗ്.